എല്ലാവർക്കും ക്രിസ്തുയേശുവിൻ്റെ നിസ്തുല നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 6-ാം അധ്യായത്തിൻ്റെ 35-ാം വാക്യം. യോഹന്നാൻ 6:35. യേശു അവരോട് പറഞ്ഞത്, ഞാൻ ജീവൻ്റെ അപ്പമാകുന്നു. എൻ്റെ അടുക്കൽ വരുന്നവന് വിശക്കയില്ല. എന്നിൽ വിശ്വസിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയുമില്ല. കർത്താവിൻ്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടട്ടെ. ജീവൻ്റെ അപ്പമായ യേശു തന്നെ കേൾക്കുകയും കാണുകയും അനുഭവിക്കുകയും ചെയ്തവരുടെ മുൻപാകെ തൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന രംഗമാണ് യോഹന്നാൻ രേഖപ്പെടുത്തുന്നത്. യേശുവിൽ വിശ്വസിക്കത്തക്ക വിധത്തിൽ കൂടുതൽ അടയാളങ്ങൾ യേശു കാണിക്കണമെന്ന് യഹൂദന്മാർ ആവശ്യപ്പെട്ടു. 5 അപ്പം കൊണ്ട് അനേകരെ തീറ്റി തൃപ്തിപ്പെടുത്തിയ അടയാളം കൊണ്ട് അവർ തൃപ്തരായില്ല. മരുഭൂമിയിൽ മോശ നൽകിയ മന്നയെക്കുറിച്ച് അവർക്കുണ്ടായിരുന്ന ധാരണകൾ യേശു തിരുത്താൻ ശ്രമിച്ചു. മോശയല്ല, ദൈവമാണ് അവർക്ക് മന്ന നൽകിക്കൊടുത്തത്. അന്ന് മന്ന നൽകിയ അതേ ദൈവമാണ് യഥാർത്ഥ മന്നയായ യേശുവിനെ ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നത്. പഴയ മന്നയ്ക്ക് നൽകാൻ കഴിയാതിരുന്ന അനുഗ്രഹങ്ങൾ യേശുവാകുന്ന മന്നയിലൂടെ ലഭ്യമാവുകയാണ്. ഒന്നാമത്തെ ഒരു ചിന്ത, യേശുവാകുന്ന മന്നയാണ് ഒരിക്കലും ഉതിർന്നു പോകാത്ത സംതൃപ്തി പകരുന്നത്. മരുഭൂമിയിൽ മന്ന ഭക്ഷിച്ചവർ വീണ്ടും മന്നയ്ക്ക് വേണ്ടി ആഗ്രഹിച്ചു. കാരണം അവർക്ക് വീണ്ടും വിശന്നു. ആന്തരികമായ വേദനകളും നൊമ്പരങ്ങളും പരിഹരിക്കുന്നതിനോ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിനോ ആ മന്നയ്ക്ക് കഴിഞ്ഞില്ല. എന്നാൽ യേശുവാകുന്ന മന്നയെ സ്വീകരിക്കുന്നവർക്ക് അതിലപ്പുറം തൃപ്തി വരുത്തുന്ന ഒന്നും പിന്നീട് സ്വീകരിക്കാൻ കഴിയില്ല. ശമരിയാക്കാരി സ്ത്രീയോട് കർത്താവ് പറഞ്ഞു, ഞാൻ തരുന്ന വെള്ളം കുടിക്കുന്നവന് ഒരു നാളും ദാഹിക്കുകയില്ല. അതുപോലെ യഹൂദരോട് കർത്താവ് പറഞ്ഞത്, എൻ്റെ അടുത്ത് വരുന്നവന് വിശക്കുകയില്ല എന്നാണ്. ലോകം നൽകുന്ന എല്ലാ ആസ്വാദനങ്ങളും മോഹശമനങ്ങളും ആന്തരികമായ ശൂന്യത മാത്രം വരുത്തുമ്പോൾ യേശു മാത്രമാണ് യഥാർത്ഥ സംതൃപ്തി പകരുന്നത് എന്ന് ഈ ഭാഗം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത്, യേശുവിൻ്റെ കേൾവിക്കാർക്ക് അപ്പം എന്നത് ജീവന്റെ ആധാരവും പോഷണത്തിൻ്റെ സ്രോതസ്സുമായിരുന്നു. കൊടാനുകൂടി ജനങ്ങൾക്കിന്നും അത് അങ്ങനെ തന്നെയാണ്. താൻ ജീവന്റെ അപ്പമാണ് എന്ന് കർത്താവ് പ്രസ്താവിച്ചപ്പോൾ തന്നെക്കുറിച്ചുള്ള ദൈവിക സ്വയ നിർവചനം യേശു പ്രസ്താവിക്കുകയായിരുന്നു. മനുഷ്യാത്മാക്കളുടെ ചോദ്യങ്ങൾക്കും പ്രശ്നങ്ങൾക്കും ഉത്തരം നൽകാൻ തനിക്ക് മാത്രമാണ് കഴിയുന്നത് എന്ന് യേശു അവകാശപ്പെട്ടു. ജീവൻ നിലനിർത്താനായി ഭക്ഷണം കഴിക്കുന്നത് ഒരു സാർവലൗകിക തത്വമായിരിക്കെ താൻ ജീവന്റെ അപ്പമാണെന്നുള്ള യേശുവിൻ്റെ പ്രസ്താവന സാർവലൗകികമായി സകല മനുഷ്യരുടെയും ആന്തരിക ജീവനും പോഷണത്തിനും താൻ മുഖാന്തരമായി തീരുന്നു എന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. മൂന്നാമത്തെ ഒരു ചിന്ത, സാധാരണ അപ്പം നമുക്ക് നൽകുന്ന തൃപ്തി താൽക്കാലികവും ജഡികവുമായി കാണപ്പെടുന്നു. ജീവന്റെ അപ്പമായ യേശു നൽകുന്നത് ഉള്ളിൽ നിന്നും ഉയരുന്ന തൃപ്തിയാണ്. യേശു തമ്പുരാൻ മാത്രമാണ് ജീവന്റെ ഉറവിടം. യേശുവിനെ ഉള്ളത്തിൽ സ്വീകരിക്കുമ്പോൾ ജീവദായകനായ ക്രിസ്തു ആന്തരിക ജീവൻ പ്രവഹിപ്പിക്കുകയും നിത്യജീവനും ജീവനും നൽകിത്തരാൻ യേശു മാത്രമാണ് ഉറവിടമെന്ന് നമ്മൾ തിരിച്ചറിയുകയും ചെയ്യും. ജീവന്റെ ചൈതന്യം പകർന്ന് സമൃദ്ധമായ ജീവന്റെ പ്രായോഗിക ആവിഷ്കരണങ്ങളാക്കി നമ്മളെ നിലനിർത്താൻ യേശുവിലേക്ക് നോക്കുകയാണ് ആവശ്യം. താൽക്കാലിക ദാഹശമനം വരുത്തുന്ന പാനീയങ്ങളും ക്ഷീണം അവശേഷിപ്പിക്കുന്ന താൽക്കാലിക ഭോഗങ്ങളും നിത്യതയിലേക്കുള്ള നമ്മുടെ യാത്രയെ തടസ്സപ്പെടുത്തുന്നുണ്ടോ?
ഉള്ളിൽ പതഞ്ഞുയരുന്ന സന്തോഷ സംതൃപ്തികളുടെ യഥാർത്ഥ സജീവതകൾക്ക് പകരം ജീവൻ എന്ന് തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന മരീചികകളിൽപ്പെട്ട് ഉഴലുന്ന അപകടത്തിൽ നിന്ന് യേശുവിൻ്റെ വചനത്താൽ നമ്മൾ രക്ഷിക്കപ്പെടുവാൻ നമ്മെ തന്നെ വിട്ടുകൊടുക്കാം. ഒരു പാട്ട് ഇങ്ങനെയുണ്ട്: ജീവനുണ്ടാം ഏക നോട്ടത്താൽ ക്രൂശിങ്കൽ, ജീവനുണ്ടാം ഇപ്പോൾ നിനക്ക്. പ്രാർത്ഥിക്കാം. ജീവൻ്റെ ഉറവിടമായ ഞങ്ങളുടെ ദൈവമേ, അങ്ങയുടെ അടുത്ത് വന്ന് ജീവൻ പ്രാപിക്കാനും മരണത്തിൻ്റെ പിടിയിൽ നിന്ന് രക്ഷ പ്രാപിക്കാനും ഞങ്ങളെ സഹായിക്കണമേ. ജീവൻ്റെ സജീവതയെ തകർക്കുന്ന സകലത്തെയും യേശുവിൻ്റെ രക്തത്താൽ തകർത്തെറിഞ്ഞ് ദയോത്സവമായി ജീവിക്കാനും നിത്യതയിൽ ആനന്ദിപ്പാനും ഞങ്ങൾക്ക് കൃപ നൽകണമേ. ഇന്ന് പകൽക്കാലം ആ ഒരു വലിയ പ്രത്യാശയിലും അനുഭവത്തിലും ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ഇന്ന് ജന്മദിനം ആഘോഷിക്കുന്നവരെയും വിവാഹവാർഷികം ആഘോഷിക്കുന്നവരെയും ഓർത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹങ്ങളുടെയും നന്മകളുടെയും പുതിയ അനുഭവങ്ങളിലൂടെ അവിടുന്ന് നടത്തിക്കൊള്ളണമേ. യേശു മശിഹ മൂലം പ്രാർത്ഥന ദയവോടെ കേൾക്കുമാറാകണമേ. ആമേൻ. സകല ബുദ്ധിയെയും കവിയുന്ന ദൈവിക സമാധാനവും അനുഗ്രഹവും നാം ഏവരോടും കൂടെ ഇന്നും എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ.